നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൻവർ ഓർമ്മയിൽ അലിഞ്ഞ കാസർഗോഡ്. അനുസ്മരണ പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ഒത്തുചേർന്നു. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് സമ്മതിച്ച പിണറായിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന് അഡ്വക്കേറ്റ് PM ജമാൽ സൂചിപ്പിച്ചു. പള്ളിക്കര മണ്ഡലം പൂച്ചക്കാട് 17-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC പരീക്ഷയിൽ 99.56% വിജയം കരസ്ഥമാക്കി കാസർഗോഡ് ജില്ല. 20,400 പേർ പരീക്ഷ എഴുതിയതിൽ 20,311 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഫെയർ സ്റ്റേജ് അപാകത പരിഹരിക്കണമെന്ന ആവശ്യവുമായി ബസ് ഉടമകൾ. മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരക്കിൽ കിലോമീറ്റർ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊളവയൽ അടിമയിൽ ശ്രീ ശാക്തേയദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിരക്കിൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. പെരിയാർ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൽ നിന്നുമാണ് ഘോഷയാത്ര നടന്നത്. വാർത്തകൾ വിശദമായി. അൻവർ ഓർമ്മയിൽ അലിഞ്ഞ് കാസർഗോഡ്. COA സ്ഥാപക നേതാവും സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന നാസർ ഹസൻ അൻവർ അനുസ്മരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേരാണ് അൻവർ ഓർമ്മയിൽ ഒത്തുചേർന്നത്. ഭാവിയുടെ ദൃശ്യ സംസ്കാരത്തിന് പുതിയ ചിറകുകൾ നൽകിയ, വർത്തമാനകാലത്തിന്റെ ദൃശ്യ സാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചു നട്ട, കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ NH അൻവറിന്റെ ഓർമ്മകൾക്ക് 9 ആണ്ടാകുന്നു. അൻവറിന്റെ സ്നേഹത്തണലിൽ വിശ്രമിച്ചവർ, മധുരം പകർന്നവർ അൻവർ ഓർമ്മയുമായി വീണ്ടും ഒത്തുചേർന്നു. കാസർഗോഡ് RK മാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പരിപാടി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചില്ല എന്നതാണ് നമ്മുടെ മനോവിഷമാണെങ്കിലും അദ്ദേഹം ജീവിച്ച കാലത്ത് ചില അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ഇടയിൽ ഇട്ടു തന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ലോകത്തു നിന്ന് വിട പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ സദസ്സ്, അതുപോലെ തന്നെ വിളിക്കുന്ന ആളുകൾ എല്ലാവരും വളരെ പ്രഗത്ഭരായ ആളുകളാണ്. ഇവിടെ സന്നിധരായിരിക്കുന്നത് നമ്മുടെ അൻവറിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി. ആ ഓർമ്മകൾ പുതുക്കുന്നത് അദ്ദേഹം നമ്മുടെ ഇവിടെ ഒരുപാട് അടയാളപ്പെടുത്തുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കി തന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കുറേ കാലം ജീവിക്കുന്ന കാലത്ത് അടയാളപ്പെടുത്തലാണ്. ആ അടയാളപ്പെടുത്തലാണ് നമ്മുടെ അൻവർ ഇവിടെ നടത്തി. അറിയാം, നമുക്ക് പഴയ കാലങ്ങളിൽ കേബിൾ TV എന്ന് പറയുന്ന ഒരു സംവിധാനം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർമ്മിക്കപ്പെടുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് ടവർ ക്ലോക്കിൻ്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു ഓഫീസ് അവിടെ അൻവർ തുറന്നതാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ MLA എന്നെ നെല്ലിക്കുന്നിൻ്റെ അനുജൻ ഹമീദും കൂടി അവിടെ അതിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ TV-കളിലൊക്കെ കാണുന്ന പിക്ചറുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാലത്തെ അടയാളപ്പെടുത്തിയ മനുഷ്യനാണ് NH അൻവർ എന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പറഞ്ഞു. കേബിൾ TV പ്രസ്ഥാനങ്ങൾക്ക് ദിശബോധം നൽകുകയും കാസർഗോഡിന്റെ വികസനത്തിന് മാതൃകാപരമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. ജീവിച്ചിരുന്ന കാലത്തോളം സമൂഹത്തെ അടയാളപ്പെടുത്തി കടന്നുപോയ മനുഷ്യസ്നേഹിയാണ് NH അൻവർ എന്നും അബ്ബാസ് ബീഗം അനുസ്മരിച്ചു. 24/7 മലയാളം ന്യൂസ് MD അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. NH അൻവറിന്റെ പത്നി ആശ അൻവർ പങ്കെടുത്തു. അനുസ്മരണ പ്രഭാഷണവും സെമിനാർ വിഷയാവതരണവും സിനിമാ മാധ്യമ നിരൂപകനായ CS വെങ്കടേശ്വരൻ നിർവഹിച്ചു.
മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായലങ്ങാടി, ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, റിപ്പോർട്ടർ TV ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ സെമിനാറിൽ മാധ്യമ മത്സരവും നവീന വാർത്താശൈലികളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നിർവഹിച്ചു. ലേക്ക് ഷോർ VPS MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, NH അൻവർ ട്രസ്റ്റ് ട്രഷറർ K വിജയകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ BV, കേരള വിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കു കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കും, CCNMD മോഹനൻ TV, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി K തുടങ്ങിയവർ സംബന്ധിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ M ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. SC/ST എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നാടിന്റെ സംസ്കാരവും സംസ്കൃതിയും ഒക്കെ രൂപാന്തരപ്പെടുന്നതിൽ നദികൾക്ക് ഒരുപാട് പങ്കുണ്ടെന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്നു. അതിൽ 12 നദികൾ കാസർഗോഡിന്റെ വലുതാനം, പ്രശസ്തമായ ചന്ദ്രഗിരി പുഴ, തേജസ്വിനി പുഴ, വയസ്സിനി പുഴ, മധുവാഹിനി പുഴ അടക്കം ഒരുപാട് പുഴകൾ ഒഴുകുന്ന ഒരു നാടാണ്. യക്ഷഗാനങ്ങളുടെ നാടാണ്. ഒരുപാട് സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുത്ത ഒരു നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യ, TA ഉബൈദ്, കിഞ്ഞണ്ണലൈ, കേളുവിദ്യ, അതുപോലെ തന്നെ മഹാകവി മുട്ടമത്ത്, മഹാകവി കുഞ്ഞിരാമൻ നായർ അടക്കം ഒത്തിരി സാംസ്കാരിക നായകന്മാർക്ക് ജന്മം കൊടുക്കുന്ന നാടാണ്. ഉറഞ്ഞാടുന്ന തെയ്യങ്ങളുടെ നാടാണ്, ഉറൂസുകളുടെ നാടാണ്. അതുപോലെ തന്നെ പള്ളി പെരുന്നാളുകളുടെ നാടാണ്. പള്ളികളും അമ്പലങ്ങളും ബസ്തികളും തിങ്ങി നിറഞ്ഞ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സംസ്ഥാന സമ്മേളനം ഈ ജില്ലയിൽ വെച്ച് നടത്താൻ തീരുമാനമെടുത്ത സംസ്ഥാന ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാസർഗോഡ് MP സംസ്ഥാന പ്രസിഡന്റ് CK ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CDSKC ചെയർമാൻ K അംബുജാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. രാധാകൃഷ്ണ, M മനു, രതീഷ് കാട്ടുമാടം, കമലാക്ഷൻ കാക്കോൽ, ചന്ദ്രൻ കൊട്ടറ, രത്നാകരൻ കൊട്ടറ, P രാജീവൻ എന്നിവർ സംസാരിച്ചു. MN ആനന്ദൻ സ്വാഗതവും P രാജീവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് സെമിനാറും നടന്നു. PK ഗോപിനാഥൻ മോഡറേറ്ററായിരുന്നു. NG രഘുനാഥൻ വിഷയാവതരണം നടത്തി. T വിജയൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് സമ്മതിച്ച പിണറായിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന് അഡ്വക്കേറ്റ് BM ജമാൽ സൂചിപ്പിച്ചു. പള്ളിക്കര മണ്ഡലം പൂച്ചക്കാട് 17-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കൂമ്പാരമായി കെട്ടിക്കിടക്കുന്നുവെന്ന് പറഞ്ഞ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BM ജമാൽ പറഞ്ഞു. ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ കടമെടുത്ത് തന്റേതെന്ന രീതിയിൽ കേരള സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പരാജയമാണെന്നതിനുള്ള തെളിവാണ് ഫയലുകൾ കൂമ്പാരമായി കിടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പള്ളിക്കര മണ്ഡലം പൂച്ചക്കാട് 17-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന്റെ മറവിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് സാങ്കേതികമായി തുടർഭരണത്തിലെത്തിയിരിക്കുന്നു. ആ തുടർഭരണം അതിലേറെ കഷ്ടമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രവൃത്തികളെക്കാളും വളരെ മോശമായ നീചമായ പ്രവൃത്തികളാണ് നടന്നത്. ഇതൊരു രാജ്യഭരണം പോലെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഭരണം നടന്നുവരുന്നത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും കുടുംബത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള
മറ്റ് മന്ത്രിമാരുടെ പേരുകൾ പോലും പലർക്കും ഇന്ന് അറിയില്ല. ഒരു കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഏത് മന്ത്രിയുടെ പേര് ചോദിച്ചാലും ഏത് LP സ്കൂളിലായാലും UP സ്കൂളിലായാലും വിദ്യാർത്ഥികൾക്ക് ഇന്ന വകുപ്പ് മന്ത്രി ഇന്ന ആളാണെന്ന് അറിയാൻ പറ്റും. ഇന്ന് അതിനൊന്നും പ്രസക്തിയില്ല. അവരൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബവും നമ്മുടെ സംസ്ഥാനത്തെ കഴുത്ത് മുടിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് വലിയ വിലക്കയറ്റമാണ് നടക്കുന്നത്. അത് നടക്കുന്നതോടൊപ്പം സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാക്കിക്കൊണ്ട് ദൂർത്തടിച്ചു. ഏറ്റവും ഒടുവിൽ ഇതാ നമ്മളെ കണ്ടിരിക്കുന്നു. 80,000 രൂപ ശമ്പളത്തിൽ ഒരാളെ പി സരിൻ എന്ന തോറ്റ സ്ഥാനാർത്ഥിയെ ഉപദേശകനായി നിയമിച്ചിരിക്കുക. രാജ്യത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നു. കാർഷിക വിപ്ലവം നടന്നു, അതുപോലെ സാങ്കേതിക വിപ്ലവം നടന്നു. ഇതൊക്കെ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രാജ്യത്തെ ഒരുപാട് ക്ഷേമകരമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്ന് ജനാധിപത്യം ഒരു വലിയ ഭീഷണി നേരിടുന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യം രാജ്യം വളരെയധികം ഭീഷണികൾ നേടുന്ന, ആഭ്യന്തരമായും അല്ലാതെയുമുള്ള ഭീഷണികൾ നേരിടുന്നവർക്കാണ്. രാജ്യത്തെ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCCയുടെ ആഹ്വാനപ്രകാരമാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നത്. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രഭു മൊട്ടൻചിറ അധ്യക്ഷത വഹിച്ചു. ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി, ട്രഷറർ CH രാഘവൻ, ജനറൽ സെക്രട്ടറി കണ്ണൻ കരുവാക്കോട്, KS മുഹാജിർ, CH മധുസൂദനൻ, മുരളി മീത്തൽ, P കൃഷ്ണൻ, ഗോപാലൻ മാക്കംവീട്, വിജയൻ മൊട്ടംചിറ, കുഞ്ഞാമത് പൂച്ചക്കാട്, റഹീം പൂച്ചക്കാട്, അഷ്റഫ് പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന നേതാക്കളെ ആദരിച്ചു. ജില്ലാതല കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ മികച്ച വിജയം നേടിയ അക്ഷയ് മുരളിക്ക് ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SSLC പരീക്ഷയിൽ 99.56% വിജയം കരസ്ഥമാക്കി കാസർഗോഡ് ജില്ല. 20,400 പേർ പരീക്ഷ എഴുതിയതിൽ 20,311 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കാസർഗോഡ് ജില്ലയിൽ SSLC പരീക്ഷയിൽ ഇത്തവണ 99.56% വിജയം. 20,400 പേരായിരുന്നു SSLC പരീക്ഷ എഴുതിയത്. അതിൽ 20,311 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ 99.64% വിജയം. ഇത്തവണ ജില്ലയിൽ 2,422 വിദ്യാർത്ഥികളാണ് മുഴുവൻ വിഷയത്തിലും A+ നേടിയത്. ജില്ലയിലെ 130 സ്കൂളുകൾക്കാണ് ഇപ്രാവശ്യം 100% വിജയം ലഭിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 522 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 100 പേർ മുഴുവൻ വിഷയത്തിലും A+ നേടി. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 195 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 100% തിളക്കം ഈ വർഷവും സൗത്ത് സ്കൂൾ നേടി. 119 വിദ്യാർത്ഥികളാണ് ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയത്. ഇവരിൽ 119 പേരും വിജയിച്ച 100 മേനി സ്കൂളിന് നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫെയർ സ്റ്റേജ് അപാകത പരിഹരിക്കണമെന്ന ആവശ്യവുമായി ബസ്സുടമകൾ. മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരക്കിൽ കിലോമീറ്റർ അളന്നു തിട്ടപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഫെയർ സ്റ്റേജ് അപാകത പരിഹരിക്കണമെന്നതാണ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളുടെ ആവശ്യം. മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരക്കിൽ കിലോമീറ്റർ അളന്നു തിട്ടപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അജണ്ട നമ്പർ 79 പ്രസ്തുത റൂട്ടിലെ ഫെയർ സ്റ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. 2.5 മാസത്തിന് ശേഷമാണ് പ്രസ്തുത തീരുമാനം RTA മീറ്റിംഗിൽ വന്നത്. ആ തീരുമാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ അതേ ഫെയർ സ്റ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വണ്ടി ഓടണമെന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ പ്രസ്തുത ഫെയർ സ്റ്റേജിൽ
കാഞ്ഞങ്ങാട് നിന്ന് തുടങ്ങുമ്പോൾ തന്നെ കിലോമീറ്ററിൽ വളരെ വ്യതിയാനം കാണുന്നുണ്ട്. കാരണം ഫെയർ സ്റ്റേജ് കാഞ്ഞങ്ങാട് നിന്ന് ഒന്നാമത്തെ ഫെയർ സ്റ്റേജ് തുടങ്ങിയാൽ അഞ്ചാമത്തെ ഫെയർ സ്റ്റേജ് പാറപ്പള്ളിയാണ് നിലവിലുണ്ടായിരുന്നത്. ഇന്ന് കിഴക്കങ്കര ഒരു സ്റ്റേജ് നഷ്ടപ്പെടുമ്പോൾ പ്രസ്തുത ദൂരത്തിന് 10 കിലോമീറ്റർ ഉണ്ടായിട്ട് പോലും പ്രസ്തുത ഫെയർ സ്റ്റേജ് നമുക്ക് തന്നിട്ടില്ല എന്ന നിലയിലാണ് ഇവിടെ നമുക്ക് അവതരിപ്പിക്കാറുള്ളത്. കാരണം കാഞ്ഞങ്ങാട് നിന്ന് പുറപ്പെടുമ്പോൾ അന്ന് അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ വന്ദേ മാതരം എന്നൊരു സ്റ്റോപ്പാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേജായി കിട്ടേണ്ടത്. അത് കഴിഞ്ഞാൽ പാറപ്പള്ളി വരെ കൃത്യമായി 5 സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അതേ തുക നമുക്ക് യാത്രക്കാരിൽ നിന്ന് ഈടാക്കാൻ പറ്റും. പ്രസ്തുത തീരുമാനത്തിൽ ഇതുമാത്രമാണ് ഞങ്ങൾക്ക് ന്യൂനതയായി പറയാനുള്ളത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ, താലൂക്ക് പ്രസിഡന്റ് എം അസൈനാർ, താലൂക്ക് സെക്രട്ടറി പി വി പ്രദീപൻ, ട്രഷറർ കെ വി രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ അടിമയിൽ ശ്രീ ശക്തിയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവർ നിരക്കിൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. കൊളവയൽ അടിമയിൽ ശ്രീ ശക്തിയ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം നടന്നു. തുടർന്ന് കലവറ നിരക്കൽ ഘോഷയാത്രയും നടന്നു. ഇട്ടമ്മൽ ശ്രീ മുത്തപ്പൻ മടപ്പുര, കാറ്റാടി ശ്രീ അയ്യപ്പ ഭജനമന്ദിരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ എത്തിയ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൽ നിന്നുമാണ് ഘോഷയാത്ര നടന്നത്. പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൽ നിന്നുമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്.
നിരവധി ആളുകളാണ് രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ പങ്കാളികളായത്. ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് മെയ് 11 വിവിധ ചടങ്ങുകളോടെ സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മോഹനം ഗുരുസന്നിധിയുടെ 5ാം വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢോജ്വല തുടക്കമായി. ആനന്ദാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി മുക്താനന്ദ ദീപപ്രജ്വലനം നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രശസ്ത സംഗീതജ്ഞൻ സംഗീത പൂർണ്ണശ്രീ കാഞ്ഞങ്ങാട് TP ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ കൊടവലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മോഹനം ഗുരുസന്നിധിയുടെ 5ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണ ചടങ്ങുകൾക്കും തുടക്കമായി. രാമനഗരം ശ്രീരാമക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന വാർഷികാഘോഷവും മോഹനം ഗുരുസന്നിധി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭ വ്യക്തികൾക്ക് എല്ലാ വർഷവും നൽകുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങുകളുടെ ഉദ്ഘാടനവും നടന്നു. ആനന്ദാശ്രമം മഠാധിപതി സംപൂജ്യ സ്വാമി മുക്താനന്ദ ഉദ്ഘാടനം നിർവഹിച്ച് അനുഗ്രഹ ഭാഷണം നടത്തി. അതുകൊണ്ടായിരിക്കണം സർവേശ്വരൻ സാമൂഹ്യത്തിൽ കൂടി ഈ സംഗീതത്തിന് നമുക്ക് കാണാം. ജീവിതത്തിൻ്റെ തത്രപ്പാടുകളിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭാഷ മനസ്സിലാവണമെങ്കിൽ മനസ്സ് ശാന്തമാകണം. പലതരത്തിലും ശാന്തമാകാനുള്ള വഴി തന്നിട്ടുണ്ട്. പക്ഷെ സംഗീതത്തിന് അതിൻ്റേതായ പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മളൊരു പ്രത്യേക രാഗത്തിൽ ഈണത്തിൽ നമ്മൾ ചൊല്ലി കേട്ട് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ ശേഷവും എപ്പോഴൊക്കെ നമുക്ക് അത് ഓർക്കാൻ സൗകര്യം തുടരാൻ തരുന്നുണ്ടോ അപ്പോഴൊക്കെ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഒരു 5 കൊല്ലം മുമ്പ് കോവിഡ് കാലത്ത് നമ്മളൊക്കെ കോവിഡ് അഫക്റ്റായി ആശ്രമത്തിലിരിക്കുമ്പോൾ ജ്ഞാനനിഷ്ഠാന സ്വാമി തൻ്റെ മൊബൈലിൽ കൂടി ആദരണീയനായ ജയചന്ദ്രൻ പാടിയ ഒരു പാട്ട്, നീ എന്ന ഗാനത്തെ പാടുവാനുള്ളൊരു പാടുകൂടം കണ്ടെത്തിയോ ഞാൻ, നീ എന്ന നാമത്തെ മർമ്മരം ചെയ്യുന്ന ആയിരത്തുണ്ടല്ലയോ ഞാൻ. ആ രാഗം, അതിൻ്റെ താളം, അത് അദ്ദേഹം പറയുമ്പോൾ അതിൽ ആ സാഹിത്യത്തിൽ കൂടിയുള്ള യാത്ര, അത് നമ്മുടെ തൊട്ടുനോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തതായ ഒരു എന്താ പറയുക സന്തോഷമല്ല, ഒരു നിറയും. TP സോമശേഖരൻ ശ്രീരാമകൃതികൾ പാടി സ്വാമി മുക്താനന്ദയ്ക്ക് സമർപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിലെത്തിയ സ്വാമിജിയെ മോഹനം ഗുരുസന്നിധി ഭാരവാഹികളും അംഗങ്ങളും സ്വീകരിച്ചു. തുടർന്ന് മോഹനം ഗുരുസന്നിധി സംഗീതാർത്ഥികൾ സംഗീതാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ 20-ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കും. ഇന്ത്യ-പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച മുതൽ നടത്താനിരുന്ന മേഖലാ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, എല്ലാ സംഘടിത കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 20-ന് ദേശീയ പണിമുടക്ക് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പണിമുടക്കിന് മുന്നോടിയായി ശനിയാഴ്ച മുതൽ മേഖലാ പ്രചരണ ജാഥകൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ-പാക് അതിർത്തിയിലെ പുതിയ സാഹചര്യം കണക്കിലെടുത്ത് ഈ പ്രചാരണ ജാഥകൾ മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പുതിയ സാഹചര്യത്തിൽ ഇന്നത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് നിശ്ചയിച്ച വാഹനപ്രതിനിധി ജാഥ മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ ആരംഭിക്കുന്ന വാഹനപ്രതിനിധി ജാഥ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ പണിമുടക്ക് മാറ്റിയതായി വരില്ല. അതിൻ്റെ മറ്റു പ്രചരണ പ്രവർത്തനങ്ങൾ തുടരും. 3 വർഷം മുമ്പ് പാസ്സാക്കിയ ലേബർ കോഡ് അതിശക്തമായ പ്രതിരോധം വന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ താമസിയാതെ ഈ വിവരം നടപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ കൺവീനർ സാബു എബ്രഹാം, TK രാജൻ, T കൃഷ്ണൻ, PK അബ്ദുൽ റഹ്മാൻ, PV തമ്പാൻ, ഉദിനൂർ സുകുമാരൻ, പ്രമോദ് കരുവളം, KK രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം 13-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 13-ന് കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് SMA സംസ്ഥാന ഉപാധ്യക്ഷൻ ഷറഫുദ്ദീൻ ജമല്ലുലൈലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് YM അബ്ദുൽ-റഹ്മാൻ അഹ്സനി അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന സമ്മേളനത്തിൽ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികളിൽ 5 പേർ പ്രതിനിധികളായി പങ്കെടുക്കും. ജില്ലയിലെ 300 മദ്രസകളിൽ നിന്നായി 1500 പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമായി എത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചെറുപ്രായത്തിൽ തന്നെ ലഹരിക്കടമപ്പെടുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് മദ്രസകളും മഹല്ലുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ സമസ്ത തീരുമാനിക്കുകയും അത് സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷനിലൂടെ താഴേക്കിടയിലേക്ക് കൈമാറുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിന് മഹല്ല് തല നേതൃത്വത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സമ്മേളനമാണ് ഈ വരുന്ന 13-ാം തീയതി കാസർഗോഡ് ടൗൺ ഹാൾ മുനിസിപ്പൽ ടൗൺ ഹാൾ വെച്ച് നടക്കുന്നത്. പ്രസ്ഥാനവും മൂല്യബോധവും എന്ന വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപാട് വിശാലമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം നേരിടുന്ന വ്യത്യസ്തമായ മേഖലകളുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന നിലയിലാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, അബ്ദുൽ-റഹ്മാൻ അഹ്സനി, ബഷീർ മങ്കയം, ഇത്തിഹാദ് മുഹമ്മദ് ഹാജി, അബ്ദുൽ ഖാദർ ഹിമമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴക്കാലത്തും വേനലിലും കുടിവെള്ളമില്ലാതെ വലയുന്ന പ്രദേശങ്ങളിൽ വലിയ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ കഴിഞ്ഞ 7 വർഷമായി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകർ പൾവക്കാട് പൂവളപ്പിലെ ഇസ്മായിൽ ഹാജിയും ഉടുമ്പൻതലയിലെ MK റഷീദ് ഹാജിയും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തീരമേഖലയിൽ ഉൾപ്പെടുന്ന 6 പ്രദേശങ്ങളിലാണ് മിനി ലോറിയിൽ ടാങ്കുകളിൽ വെള്ളം എത്തിക്കുന്നത്. കുടിവെള്ളത്തിനായി കുടങ്ങളും ബക്കറ്റുകളും വട്ടകളും ചെറിയ ബാരലുകളുമായി പാതയോരത്തും വീട്ടുമുറ്റത്തും കാത്തുനിൽക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. രാവിലെ 6:30-ന് വീടുകളിൽ നിന്നിറങ്ങിയാൽ ഉച്ചകഴിഞ്ഞ് 2 മണിവരെ കുടിവെള്ള വിതരണമെന്ന സേവനത്തിലാണ്. കുടിവെള്ളമില്ലാത്തത് മൂലം ദുരിതം പേറുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ശുദ്ധജല ലഭ്യത ഇല്ലാത്ത വയലോടി, ഉടുമ്പൻതല, പൂവളപ്പ്, ഒളവറ, പുനത്തിൽ, മധുരങ്കൈ തുടങ്ങിയ 6 പ്രദേശങ്ങളിലെ 200-ൽ പരം കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ 7 വർഷമായി ഇവർ മിനി ലോറിയിൽ 2 ടാങ്കുകളിൽ വെള്ളം നിറച്ച് എത്തിച്ചു നൽകുന്നത്. ഓരോ പ്രദേശത്തും ഒരു ദിവസം എന്ന കണക്കിലാണ് കുടിവെള്ളം നിറച്ചുള്ള ഇവരുടെ യാത്ര. 17,000 മുതൽ 20,000 ലിറ്റർ വരെ വെള്ളമാണ് ഇവർ ഒരു ദിവസം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. മഴക്കാലത്ത് പോലും നല്ല വെള്ളം ലഭിക്കാത്ത പ്രദേശങ്ങളിലാണ് ഇവർ കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത്. നേരത്തെ വാടകയ്ക്ക് വാഹനമെടുത്താണ് വെള്ളം വിതരണം ചെയ്തതെങ്കിൽ പിന്നീട് ഉടുമ്പൻതലയിലെ MK റഷീദ് ഹാജി ഒരു മിനി ലോറി സ്വന്തമായി വാങ്ങിയാണ് നാട്ടുകാർക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിന് സൗകര്യം വർദ്ധിപ്പിച്ചത്. ഇതിനായി 2000 ലിറ്ററിൻ്റെയും 1500 ലിറ്ററിൻ്റെയും 1000 ലിറ്ററിൻ്റെയും നിരവധി ടാങ്കുകളും ഇവർ വാങ്ങി. കുടിവെള്ളം സ്ഥിരമെത്തിച്ചു നൽകുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങളിലെയോ പള്ളികളിലെയോ ഉത്സവ ആഘോഷങ്ങളോ വിവാഹങ്ങളോ നടക്കുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടാൽ വെള്ളം എത്തിക്കുന്നതിലും മടികാട്ടാറില്ല. 10 വീടിൻ്റെ ഈ വയലോട് പ്രദേശത്ത് 1.5 ദിവസങ്ങളിലാണ് ഇവിടെ വെള്ളം എത്തുന്നത്. അതിന് കൃത്യമായിട്ടൊരു രീതിയിൽ വെള്ളം കിട്ടുന്നില്ല. ഒരു വീട്ടിൽ ഏറിയ ഒരു കുടിക്കാൻ തന്നെ വെള്ളം എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ ആഴ്ച തരുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് ഇപ്പം ഒരു വിധത്തിൽ ഈ ഇവിടുത്തെ കുടുംബങ്ങൾ ഒത്തുപോകുന്നു എന്ന് വേണം പറയാൻ. ഇല്ലെങ്കിൽ ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും വാടകയൊക്കെ കൊണ്ട ഗതികേടിലേക്കാണ് എത്തിയിട്ടുണ്ടായത്. ആഴ്ച ചെയ്യുന്നത് അത്ര നല്ലൊരു പുണ്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. വെള്ളമെടുക്കുന്നതിന് സൗത്ത് തൃക്കരിപ്പൂർ ഇളമ്പച്ചി മൈതാനിയിലെ ജമാൽ ഹാജിയുടെ കുടുംബവും ആയിട്ടിയിലെ റഷീദ് ഹാജിയുടെ കുടുംബവും പ്രത്യേക സംവിധാനം ഒരുക്കി നൽകിയതോടെ അവിടങ്ങളിൽ എത്തിയാണ് വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കായി കുടിവെള്ളം ശേഖരിച്ചെത്തിക്കുന്നത്. ഇവിടങ്ങളിലെ 100 കണക്കിന് വരുന്ന മനുഷ്യരുടെ സന്തോഷമാണ് ഇവർക്ക് കരുത്താവുന്നത്. ഈ മാസം ആദ്യവാരത്തിൽ ഉടുമ്പൻതലയിലെ MK റഷീദ് ഹാജി സന്ദർശനത്തിന് വിദേശത്ത് പോയതോടെ ദിവസങ്ങളായി ഇസ്മായിൽ ഹാജി ഒറ്റയ്ക്കാണ് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം സംഭരിച്ച് വിതരണം ചെയ്തു വരുന്നത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നോർത്ത് കൊട്ടിച്ചേരി തുളിച്ചേരി പടിഞ്ഞാറെ വീട് തറവാടിന്റെ കട്ടില വെക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു.
ചന്ദ്രനിലേശ്വരത്തിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നോർത്ത് കോട്ടച്ചേരി തുളിച്ചേരി പടിഞ്ഞാറേ വീട് തറവാടിന്റെ കട്ടിലവയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ചന്ദ്രൻ നീലേശ്വരത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കട്ടിലവയ്ക്കൽ ചടങ്ങ് നടന്നത്. സെക്രട്ടറി കുമാരൻ, വൈസ് പ്രസിഡന്റ് സുധാകരൻ മാസ്റ്റർ എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാജപുരം തിരുകുടുംബ ദേവാലയം തകർത്തു കളഞ്ഞു എന്ന് ആരോപിച്ച് രാജപുരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. രാജപുരം തിരുകുടുംബ ദേവാലയം തകർത്തുകളഞ്ഞുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ യോഗം നടത്തിയത്. രാജപുരത്ത് നടന്ന പ്രതിഷേധ യോഗം ബാബു കദളിമറ്റം ഉദ്ഘാടനം ചെയ്തു. ഇടിമിന്നലേറ്റിട്ട് തകരാറിലായി എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിഞ്ഞ് വരുന്ന ആളുകളിൽ നമുക്ക് വിവരാഭാസ രേഖകൾ കിട്ടും. ഇടിമിന്നലേറ്റ് പല പോലീസ് ടവറിൽ അടിച്ചില്ല, ഇലക്ട്രിസിറ്റി ഓഫീസിൽ അടിച്ചില്ല, മറ്റ് സ്ഥാപനങ്ങളൊന്നും ഒന്നും അടിച്ചില്ല. നിയമങ്ങളെ മാനിക്കാത്ത ഒരു കാപാലികനാണ് ഇവിടുത്തെ ഇടവക വികാരി. അപ്പോൾ ഈ ഇടവക പള്ളിയുടെ പൊളിച്ച ദിവസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഞായറാഴ്ചയാണ്, അതൊരു പൊതു ഞായറാഴ്ചയാണ്. അന്ന് പൊതുയോഗ നടന്ന ദിവസമാണ്. മാർപ്പാപ്പയുടെ ദുഃഖാദരങ്ങൾ സമാപിക്കുന്ന ദിവസമാണ്. അന്ന് എന്താണ് ഒരു ദുഃഖാചരണമുള്ള ദിവസമാണ്. അന്നാണ് ഈ പൊതുയോഗ തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പൊതുയോഗത്തിന് ശേഷം അച്ഛൻ ഈ തീരുമാനം എടുത്തത്. അച്ഛൻ പറഞ്ഞു ഞാൻ അറിയുന്നില്ല. 10:30 മണിക്ക് നിർമ്മാണ കമ്മിറ്റി കൂടി. ആ കമ്മിറ്റി കൂടി അത് പൊതുയോഗത്തിന് മുകളിലാണ്. നമ്മുടെ നിയമസഭ കൂടുമ്പോഴേ, പാർലമെന്റ് കൂടുമ്പോഴേ, രാജ്യസഭ കൂടുമ്പോഴേ മന്ത്രിമാര് രാജ്യസഭയിലും നിയമസഭയിലും മാത്രമേ സംസാരിക്കാറുള്ളൂ. പൊതുവേദി സംസാരിക്കാറില്ല. സംസാരിച്ച നിയമവിരുദ്ധമാണ്. അപ്പോൾ ഒരു ജനറൽ ബോഡി നടന്ന ദിവസം ഇത്ര ഒരു കാര്യം നടക്കുന്ന വിവരം അദ്ദേഹം മറച്ചു വെച്ചു. അദ്ദേഹത്തെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുമുണ്ട്. അപ്പോൾ ഈ പൊളിച്ച നടപടിയിൽ പ്രതിഷേധിക്കുന്നു. ഒന്നാം പ്രതി എന്ന് പറയുന്നത് സാക്ഷാൽ മാർ മാത്യു മൂലക്കാട്ട് തന്നെയാണ്. യോഗത്തിൽ ഷാജി ചാരാത്ത് അധ്യക്ഷത വഹിച്ചു. ലൂക്കോസ് മുളവനാൽ സ്വാഗതവും തോമസ് കുഴിക്കാട്ടിൽ നന്ദിയും പറഞ്ഞു. യോഗത്തിൽ പ്രിൻസ് കൊട്ടോടി, ജോസഫ്, ജോബി, സ്റ്റീഫൻ മുരിക്കുന്നേൽ, മേരി ജോസഫ്, സ്റ്റീഫൻ ഇല്ലിക്കൽ, സുരേഷ് ഫിലിപ്പ്, സജ്ജി, തോമസ്, ബിജു, മാത്യൂസ്, ജോഷി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ചുള്ളിക്കര ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി. ചുള്ളിക്കര ചെരക്കര തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. മെയ് 10 രാവിലെ 6 മണിക്ക് കാർന്നോൻ തെയ്യം അരങ്ങിലെത്തും.
11 മണിക്ക് വിഷ്ണുമൂർത്തി, 2:30 ചാമുണ്ടിയമ്മയും കേളൻ തെയ്യവും, 5 മണിക്ക് ഗുളികൻ തെയ്യം അരങ്ങിലെത്തും. 11 രാവിലെ 11 മണിക്ക് കാലിച്ചാൻ കാവിൽ കാലിച്ചാൻ തെയ്യത്തിന്റെ പുറപ്പാട് നടക്കും. നിരവധി ആളുകളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ചുള്ളിക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൻവർ ഓർമ്മയിൽ അലിഞ്ഞ കാസർഗോഡ്. അനുസ്മരണ പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ഒത്തുചേർന്നു. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് സമ്മതിച്ച പിണറായിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന് അഡ്വക്കേറ്റ് PM ജമാൽ സൂചിപ്പിച്ചു. പള്ളിക്കര മണ്ഡലം പൂച്ചക്കാട് 17-ാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC പരീക്ഷയിൽ 99.56% വിജയം കരസ്ഥമാക്കി കാസർഗോഡ് ജില്ല. 20,400 പേർ പരീക്ഷ എഴുതിയതിൽ 20,311 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഫെയർ സ്റ്റേജ് അപാകത പരിഹരിക്കണമെന്ന ആവശ്യവുമായി ബസ് ഉടമകൾ. മലയോര മേഖലയിലേക്കുള്ള യാത്രാ നിരക്കിൽ കിലോമീറ്റർ അളന്ന് തിട്ടപ്പെടുത്തിയതിൽ അപാകതയുണ്ടെന്നും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കൊളവയൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിരക്കിൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. പെരിയോക്കി ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്തിൽ നിന്നുമാണ് ഘോഷയാത്ര നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.